എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കുക. ചോറ്, പിന്നെ തേങ്ങ ചമ്മന്തി, പയറ്, കുത്തിപ്പൊടി. തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് കുത്തിപ്പൊടി. കുത്തിപ്പൊടിച്ചത്, പിന്നെ മോരൊഴിച്ച കറി, വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രം. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? വരും എല്ലാവരും. അപ്പോൾ ചോറുണ്ണാം. ആദ്യം കുറച്ച് പയർ ഊത്തിപ്പൊടിച്ച കറി, സ്വല്പം തേങ്ങ ചമ്മന്തി, സ്വല്പം മോരൊഴിച്ച കറി. ഇനി നമുക്ക് കഴിച്ചാലോ? കുത്തിപ്പൊടിച്ച പയർ കറിയിലേക്ക് സ്വല്പം ചമ്മന്തിയും കൂടി വെച്ചിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഇപ്പോൾ മഴയ്ക്ക് 2 ദിവസം കുറവുണ്ട്. അത് കാരണം കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടി. കുറച്ച് തണുവിനും കുറവുണ്ട്. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെതാണ്. ചിലർക്ക് ചൂട്, ചിലർക്ക് തണുവ്. അതൊക്കെ പെട്ടെന്ന് ഏൽക്കും. ഇപ്പം എനിക്ക് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ തണുവാണ്. തണുപടിക്കാൻ പറ്റില്ല. എങ്ങനെ ഞാൻ കൈലാസത്തിലേക്കൊക്കെ പോകാമെന്ന് ആലോചിക്കണം. കാശിയിലേക്കും കൈലാസത്തിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അമ്മമാരുടെ കാര്യങ്ങളൊക്കെ കഴിയണം. അപ്പോഴേക്കും ഞാൻ എന്താവും, എൻ്റെ പരിധി എന്താവും എന്നറിയില്ല. ഒക്കെ എൻ്റെ ഭഗവാന്റെ കയ്യിലാണ്. പിന്നെ ഒരാഗ്രഹമുള്ളത് കൽക്കട്ട കാളീനൊന്ന് കാണണം. ആ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഈ മലയാളം മാത്രം അറിയണം. ഞാൻ എങ്ങനെ പോകും? ആരെങ്കിലുമൊക്കെ ഒരു തുണ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കൽക്കട്ടയിൽ രാമകൃഷ്ണ പരമഹംസർ പൂജിച്ച കാളിക്ഷേത്രവും, പിന്നെ കാലിക്കറ്റ് എന്ന് പറഞ്ഞ അവിടെ ഒരു കാളിക്ഷേത്രം ഒക്കെ കേട്ടിട്ടുണ്ടെന്ന് മാത്രം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ, പോയിട്ടില്ല. പോകണം.
എന്താ നോക്കിയിരിക്കുന്നത്? തരില്ല. നോക്കിയിരുന്ന് കുടിക്കേണ്ട, തരില്ല. അപ്പോൾ വീട്ടിലെ ചോറും കറി വെച്ചിട്ടില്ലേ, പോയി കഴിക്ക്. തരില്ല. ഭക്ഷണത്തിനൊക്കെ വേണ്ടായ്മയാണ്. ഭക്ഷണം ഇപ്പം അങ്ങനെ കഴിക്കണില്ല, വളരെ കുറവാണ്. ഇനി ഇപ്പം ഇത് രാവിലത്തെ ഭക്ഷണം കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കില്ല. ഇനി രാത്രിയിൽ ഇതുപോലെ തന്നെ 2 പറ്റ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് വണ്ണമൊന്നും അധികമില്ല, വയറൊന്നും അധികമില്ല. നല്ല വണ്ണവും നല്ല വയറായിരുന്നു ഭക്ഷണം കഴിക്കണ സമയത്ത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആഹാരത്തിനോട് താല്പര്യക്കുറവാണ്. പിന്നെ കഞ്ഞിയാണ് ഈ കുടിക്കും. കഞ്ഞിയാകുമ്പോൾ കുറച്ച് കുടിക്കും. അപ്പം ഇന്നൊന്നുമില്ല, ഞാൻ പറയണത് കേട്ടിട്ടേ നിങ്ങളെ. ഞാൻ എന്നിട്ടാ പറയണ, ഇനി ഇന്ന് നോക്കിയിരിക്കണ്ട, കഴിഞ്ഞു. ഇന്ന് എത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേ പ്രകാരം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തുക. എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ അരികിലെത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും സന്തോഷമായിരിക്കും.